ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം ഒരു 6:30 ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് വട്ടവട, മറയൂർ അങ്ങനെ ഒത്തിരി സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവാം കേട്ടോ. ഞാനിപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നിൽക്കുക. ഇനി നമുക്ക് ഫേസിൽ ഇച്ചിരി മേക്കപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് വേഗം പോകാം. സൺസ്ക്രീമും കുറച്ച് സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതൊക്കെ ഇട്ട് റെഡിയായി നമുക്ക് വേഗം പോകാം. ഞാനിപ്പോൾ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സൺസ്ക്രീമും കൂടെ ഇടുക. ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. സൺസ്ക്രീം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെയിലൊക്കെ ഉണ്ടാകുന്ന അവിടെ എന്തോ കുറച്ച് പുറത്തോട്ടൊക്കെ പോകുന്നതല്ലേ. അപ്പം നമുക്ക് സൺസ്ക്രീം കൂടെ യൂസ് ചെയ്തിട്ട് സൺസ്ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞായിരുന്നേ. അപ്പം നമുക്കിനി ഫേസസ് കാനഡയുടെ തന്നെ സ്റ്റോപ്പ് ക്രീം ഉണ്ട്. അപ്പോൾ അതും കൂടി യൂസ് ചെയ്യാം. റോസ് ഗോൾഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് മതി കേട്ടോ. അത് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ നമ്മുടെ ഫൗണ്ടേഷനൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത് കാരണം ഞാൻ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇത് മാത്രം ഇടുമ്പോൾ തന്നെ നല്ല ഗ്ലോ കിട്ടും. നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല ഗ്ലോ ആയിരിക്കും. അപ്പോൾ അത് കാരണം ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഫേസസ് കാനഡയുടെ തന്നെ ഞാനൊരു ലിപ്സ്റ്റിക് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതും കൂടി ആകുമ്പോഴേക്കും നമ്മുടെ മേക്കപ്പ് ഫിനിഷ് ആവും കേട്ടോ. എനിക്ക് പിന്നെ ഒരു ഐലൈനറും കൂടെ എഴുതിയാൽ മതി. ഐലൈനർ വരയ്ക്കുന്നതിൽ ഞാൻ ഇച്ചിരി വീക്കാണ്. എന്നാലും അത്യാവശ്യം എന്നെക്കൊണ്ടാവുന്നത് പോലെയൊക്കെ ഞാൻ വരയ്ക്കും കേട്ടോ. അപ്പോൾ അതുകൂടെ കഴിയുമ്പോൾ നമ്മുടെ മേക്കപ്പ് ഫിനിഷ് ആവും. അപ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക് വന്നിട്ടിട്ട് അപ്പോൾ ഞാൻ ഫേസിലെ മേക്കപ്പ് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഹെയർ സെറ്റ് ചെയ്യണം. അത്രയും കൂടെ ഉള്ളൂ. പിന്നെ ഒരു ഇയറിംഗ് ഇടണം. അത്രേ ഉള്ളൂ. ഇയറിംഗ് ഞാൻ ചേഞ്ച് ചെയ്യണോ വേണ്ടതെന്ന് നോക്കിയില്ല. നോക്കിയിട്ട് വേണമെങ്കിൽ ഇയറിംഗും കൂടി ചേഞ്ച് ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ മേക്കപ്പ് എല്ലാം കഴിയും കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി പോയാൽ മതി. പക്ഷേ ശിഖക്കുട്ടി റെഡി ആയിട്ടില്ല കേട്ടോ. ശിഖക്കുട്ടി ഉറങ്ങുവാണ്. ഞാനപ്പോൾ റെഡിയായി വരുന്ന സമയം വരെ ശിഖ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിളിക്കാതിരുന്നതാണ്. ഇനിയിപ്പോൾ ശിഖക്കുട്ടി എണിപ്പിക്കണം, റെഡിയാക്കണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.